നമ്മുടെ സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് ഈ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തന്റെ വോട്ടർമാരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് ഇവിടോട്ട് കടന്നു വരുന്നത്. അദ്ദേഹത്തെ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ കയ്യടിയോടുകൂടി അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഏറ്റവും ആദരണീയനായ ശ്രീ സി ബാലകൃഷ്ണൻ MLA, പ്രിയപ്പെട്ട കുർക്കോളി മൊയ്തീൻ MLA അവർ, പ്രിയപ്പെട്ട DCCയുടെ പ്രസിഡന്റ് DCC പ്രസിഡന്റ് ശ്രീ VS ജോയ്, പ്രിയപ്പെട്ട അജയ് മോഹൻ ചേട്ടൻ, പ്രിയപ്പെട്ട KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ അലോഷ്യസ് സേവ്യർ, പ്രിയപ്പെട്ട ഫൈസൽ തങ്ങൾ അവർ, പ്രിയപ്പെട്ട വേദിയിലും സദസ്സിലുമുള്ള നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥി എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് തന്റെ പിതാവിനെ ഓർപ്പിക്കുന്ന വിധം, ശ്രീ ആര്യാടൻ മുഹമ്മദ് അവരുടെ ഓർപ്പിക്കുന്ന വിധം ആണ് ഈ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ നിറഞ്ഞ സ്നേഹത്തോടുകൂടി ഈ നാട് സ്വീകരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വളരെയധികം സന്തോഷം. പ്രിയപ്പെട്ടവരെ, ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ഈ തെരഞ്ഞെടുപ്പ് സർക്കാർ പ്രിയപ്പെട്ട UDFന്റെ ചെയർമാനും അതുപോലെ തന്നെ കൺവീനറും, എടക്കരയുടെ ചെയർമാനും കൺവീനറും ഹാരാർപ്പണം ചെയ്തുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. 9 വർഷക്കാലം ഈ നാടിനെ വഞ്ചിച്ച ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ആ സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്താണ് നിലമ്പൂർ നടത്താൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, 9 വർഷത്തിനു ശേഷം കേരളം വിമോചനം കാത്തിരിക്കുകയാണ്. അടുത്ത വർഷം മെയ്യിൽ നമുക്കൊരു വിമോചനം വേണം. ഇടതുപക്ഷ സർക്കാരിന്റെ ദുർചെയ്തിയിൽ നിന്ന് ഒരു വിമോചനം വേണം. ആ വിമോചനത്തിന് വേണ്ടിയാണ് നമ്മൾ തയ്യാറാവുന്നത്. ആ തയ്യാറാവുന്നതിന്റെ തുടക്കമായിട്ടാണ് നിലമ്പൂർ തീരുമാനിക്കാൻ പോകുന്നത്. നിലമ്പൂരിന്റെ തീരുമാനം കേരളത്തിന്റെ തീരുമാനമായി മാറാൻ പോവുകയാണ്. യാതൊരു സംശയവും വേണ്ട. ഇവിടെ ഇടക്കര മാത്രമല്ല, എല്ലാ പഞ്ചായത്തുകളും, ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റി അടക്കം എല്ലായിടത്തും ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായ വലിയൊരു തരംഗം നിലനിൽക്കുന്ന സാഹചര്യം നമുക്ക് കാണുവാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം അത് തന്നെയാണ്. നിലമ്പൂർ തീരുമാനിക്കുന്നത് കേരളത്തിന് വേണ്ടിയാണ്. ഈ കേരളത്തിലെ സർക്കാരിന്റെ ദുർചെയ്തികൾക്കെതിരെയുള്ള തിരിച്ചടിയായിട്ടാണ് നിലമ്പൂര് തീരുമാനമെടുക്കാൻ പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി ശ്രീ ഗഡ്കരിയെ കണ്ടു. വലിയ സമ്മാനമൊക്കെ കൊടുത്തു. പുതിയൊരു പദ്ധതിയായിട്ട് വന്നതാണ്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, പാലക്കാട് ഇലക്ഷന് മുമ്പ് സീപ്ലെയിൻ പറത്തി, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് LDF പറഞ്ഞ സീപ്ലെയിൻ പാലക്കാട് തെരഞ്ഞെടുപ്പായപ്പോൾ ഒരു നാടകം പോലെ പറത്തിക്കൊണ്ടുവന്നു. പിന്നെ സീപ്ലെയിനെ പറ്റി കേൾക്കാനില്ല. അതുപോലെ തന്നെ ഇന്ന് ഉരിയോട് ബൈപ്പാസ് തകർന്നു വീണതിന് ശേഷം എന്തെങ്കിലും ഒരു കണ്ണിൽ പൊടിയിലുണ്ട്, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിലുണ്ട്. അതിനുവേണ്ടി ഗഡ്കരിയെ കണ്ട് ഇതാ പുതിയ പദ്ധതി എന്തോ നടപ്പിലാക്കാൻ പോകുന്നു, പാലക്കാട് ഇലക്ഷന് മുമ്പ് സീപ്ലെയിൻ കൊണ്ടുവരുവാൻ വരുന്നു എന്ന് പറഞ്ഞ പോലെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുതിയൊരു പദ്ധതിയായിട്ട് കടന്നു വന്നിരിക്കുക. ഇങ്ങനെ ആളുകളെ പറ്റിക്കുവാൻ കഴിവുള്ള ഒരു സർക്കാർ 9 വർഷക്കാലമില്ലായിരുന്നു. ഏത് പ്രവർത്തനമാണ് നിങ്ങൾ നടത്തിയത്? ആപ്പാട് നടത്തിയെന്ന് പറയുന്നത് കൊച്ചി മെട്രോ. ആ കൊച്ചി മെട്രോയുടെ ട്രയൽ റൺ പൂർത്തിയാക്കിയിട്ടാണ് UDF സർക്കാർ പുറത്തുപോയത്. ആകപ്പാട് നടത്തിയെന്ന് പറയുന്നത് വിഴിഞ്ഞം പോർട്ട്. ആ വിഴിഞ്ഞം പോർട്ടിന്റെ ആതൊട്ടിക്ഷ വരെ, മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ തന്നെ പറയാം, ആതൊട്ടിക്ഷ വരെ നടത്തിയത് UDF സർക്കാർ. കണ്ണൂർ എയർപോർട്ട്, കണ്ണൂരിൽ പോലും എയർപോർട്ട് വരുവാൻ UDF വേണ്ടി വന്നു. ആ UDF സർക്കാർ കൊണ്ടുവന്ന കണ്ണൂർ എയർപോർട്ട് തങ്ങളുടെ ലൈവല്ല, ഒന്ന് ഉദ്ഘാടനം ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. എങ്ങനെയാണോ ലീഡർ നെടുമ്പാശ്ശേരിയെ കൊണ്ടുവന്നതിന് ശേഷം ഉദ്ഘാടനം ചെയ്യാൻ ഇരിക്കുന്നതിനായി വന്നതുപോലെ തന്നെ ഈ 3 പദ്ധതികളും UDF സർക്കാർ കൊണ്ടുവരികയും അതിന്റെ ഉദ്ഘാടനം നടത്തുവാൻ വേണ്ടി മാത്രം പിണറായി വിജയൻ സർക്കാർ വരികയും ചെയ്തിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഒരു പദ്ധതിയെങ്കിലും ഈ സർക്കാർ തറക്കല്ലിട്ട് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ടോ? 9 വർഷമായില്ലേ? ഒരു പദ്ധതി എടുത്തു പറയാൻ സാധിക്കുമോ? നിങ്ങൾക്കറിയാം, കൊച്ചി മെട്രോ. ആ കൊച്ചി മെട്രോയുടെ അമരക്കാരനായിരുന്നു ശ്രീ ആര്യാടൻ മുഹമ്മദ്. അദ്ദേഹമായിരുന്നു അതിന്റെ തറക്കല്ലിടിയിൽ നേതൃത്വം കൊടുത്തത്. അതിന്റെ ട്രയൽ റൺ പൂർത്തിയാക്കിയത്.
ശ്രീ ആര്യാടൻ മുഹമ്മദ. അങ്ങനെയുള്ള ആര്യാടിന്റെ മകനാണ് നിലമ്പൂരിൽ നിന്ന് വോട്ട് ചോദിക്കുന്നത്. അത് ഞാൻ കൂടുതൽ പറയേണ്ട. അദ്ദേഹം ഈ നാടിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തർക്കും അറിയാം. അദ്ദേഹത്തിന്റെ മകൻ ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായിട്ടും അതുപോലെ തന്നെ സാംസ്കാരിക സമിതിയുടെ ചെയർമാനും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ച ഈ നാടിന്റെ എല്ലാ വികസന മേഖലയിലും കടന്നു വന്ന നേതാവ്. അങ്ങനെയുള്ള നേതാവിന് വേണ്ടി ഞങ്ങൾക്ക് വോട്ട് ചോദിക്കുമ്പോൾ വളരെയധികം അഭിമാനമുണ്ട്. കോൺഗ്രസിന് വേണ്ടി ജീവിതം സമർപ്പിച്ച നേതാവാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്ത്. ആ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കേണ്ടത് നിലമ്പൂരിന്റെ ആവശ്യമാണ്, കേരളത്തിന്റെ ആവശ്യമാണ്. കേരളത്തിന് വേണ്ടി അഭ്യർത്ഥിക്കാനാണ് ഞാൻ നിങ്ങളോട് വന്നിരിക്കുന്നത്. കേരളത്തെ രക്ഷിക്കുവാൻ നിലമ്പൂർ ജനത തീരുമാനിച്ചാൽ മാത്രം മതി. ആ തീരുമാനം നിങ്ങൾ എടുക്കണം, കേരളത്തെ വിമോചനത്തിലേക്ക് നയിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ കൈപ്പത്തി ചിഹ്നത്തിൽ വൻപിച്ച ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.